വീഡിയോ ഇടുന്നതിനെ പറ്റി ചെയ്തിരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിനൊക്കെ കമ്പോസ്റ്റ് ആക്കിയ ഇതൊന്ന് കാണിച്ചു. ഇത് കമ്പോസ്റ്റ് ആക്കിയതാണ്. ഇതൊരു 40 ദിവസത്തോളം നമ്മുടെ ഗ്രീൻ തൂത്തുവാരി കളയുന്ന കരിയിൽ നമുക്ക് ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ല കമ്പോസ്റ്റാക്കി മാറ്റാം. ഏതാണ്ട് ഒരു ലെയർ കരിയിലിട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ ഈ നടുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന മണ്ണൊരുക്കുമ്പോൾ പിഴിച്ച് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഭൂമിക്ക് നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നൊരു ഉൽപ്പന്നമാണ്. പിഴിച്ച് കറക്റ്റ് ചെയ്യാനും മണ്ണൊരുക്കുന്ന സമയത്ത് ചെടികൾ വിളകൾ നടുന്നതിന് മുന്നേ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. അത് നമ്മൾ ഇപ്പോൾ ഒരു 50 ഗ്രാം മതിയാവും ഒരു ലെയറിൽ ഇടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കൈവെള്ളയിൽ ഇത്ര എടുത്താൽ തന്നെ 50 ഗ്രാമോളം ആവും. ഇത് നമ്മൾ ഇതിനകത്ത് വിതറി അതിന് മുകളിലേക്ക് ഇടുക. വിതറി ഇട്ടതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലായനി ഇതിന് മേളിലേക്ക് തളിക്കുക. നല്ല രീതിയിൽ കുതിരുന്ന രീതിയിൽ ആ ഇലകളൊക്കെ നല്ല കുതിരുന്ന രീതിയിൽ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കുക. ഒരു ലേശം ആദ്യം തളിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ മണ്ണ് കുറവായതുകൊണ്ട് ഞാൻ പലയിടത്തുനിന്നായിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്ന മണ്ണാണ്. ഇതേ രീതിയിൽ ഞാൻ മണ്ണ് ശേഖരിച്ചുകൊണ്ട് വന്ന് കവറിൽ നിറച്ച് ചെടികൾ മേടിച്ചു കൊണ്ടുവന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അതിപ്പോൾ നല്ല രീതിയിൽ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നത്. നമ്മുടെ ഗ്രീൻ പ്ലാന്റ് ഉൽപ്പന്നങ്ങളും ഈ വളങ്ങളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. 2 ആഴ്ചകളായി. ഇതിലെ മണ്ണ് ഒരുക്കുന്ന സമയത്ത് അതിനാവശ്യമായ ഭൂമിപ്പവർ, റൂട്ട് ഗാർഡ്, വളങ്ങൾ, മിക്സർ വളങ്ങൾ, അതായത് എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പൻ്റെ പിണ്ണാക്ക്, ഇതിൻ്റെ എല്ലാം മിക്സർ വളങ്ങൾ, ചാണകപ്പൊടി എല്ലാം ചേർത്തിട്ടാണ് ഞാൻ ആ കവറ് നിറച്ച് അതിനകത്ത് ചെടികൾ നട്ടിട്ടുള്ളത്. അതിപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തായിട്ടുണ്ട്. നമ്മൾ അതിന് ചെയ്യാനുള്ള വളങ്ങളെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. ഗ്രീൻ പ്ലാന്റിൻ്റെ വളർച്ച ചെയ്തിട്ടുള്ള ഗ്രോ, നൈട്രോക്കിങ്, അത് പൂക്കുമ്പോൾ നൽകാനുള്ള ബ്ലൂമും എല്ലാം തന്നെ അവർ അതിൻ്റെ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പെസ്റ്റിസൈഡ്സായ നീം NB, പെസ്റ്റോഹിറ്റ് എന്നിവ എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ FC പൗഡർ നമ്മൾ 5 ദിവസം കൂടുമ്പോൾ ഫംഗസിൻ്റെ ഇഷ്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന FC പൗഡർ എല്ലാം നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു ലെയർ ഇട്ടതിന് ശേഷം വീണ്ടും അതുപോലെ വെള്ളം, ഈ പ്രീമിയം കലക്കിയ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ തളിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ അടുത്ത ഓരോ ലെയർ ഇതിനൊക്കെ കരിയില, അതിന് മുകളിൽ ഭൂമി പവർ, ഇത് പ്രീമിയം, ഇതേ രീതിയിൽ നല്ല രീതിയിൽ നനച്ച് ഒരു ചാക്കിൽ കെട്ടി ഈ ചാക്ക് നല്ലോണം കെട്ടി എവിടെയെങ്കിലും വെച്ച് നിന്നിട്ട് ഒരു 40-45 ദിവസം, ഒരു 30-40 ദിവസം മതിയാവും. 30-40 ദിവസത്തോടു കൂടി ഇത് നല്ല കമ്പോസ്റ്റ്, 40 ദിവസമെങ്കിലും വേണം. 40 ദിവസത്തോടെ ഇത് നല്ല ഇലകളെല്ലാം പൊടിഞ്ഞ് നല്ല വളമായിട്ട് നല്ല കമ്പോസ്റ്റായിട്ട് മാറും. നമുക്ക് കൃഷിയുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്തായാലും ചട്ടികളിലായാലും തറയിൽ നടുന്ന സമയത്തായാലും ഒക്കെ മണ്ണിലേക്ക് നമുക്കത് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് മേൽവളമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ഒരു കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം.